ഹിന്ദുരക്ഷാ മമാദീക്ഷാ. വിനയാന്വിതമായ ഭാവത്തിലും ഭാഷയിലുമാണ് ഈ മഹത്തായ സമ്മേളനത്തിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ഭക്തിഗീതങ്ങളുടെയും നാരായണീയത്തിൻ്റെയും നാരായണീയാലാപനത്തിൻ്റെയും ഒക്കെ വിശുദ്ധമായ ഒരന്തരീക്ഷം ഇവിടെ തങ്ങി നിൽപ്പുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇന്നത്തെ കാലം ഒരു പിഴച്ച കാലമാണ്. അയഥാർത്ഥമായ മൂല്യങ്ങളുടെ പിറകെ, സുഖത്തിൻ്റെ പിറകെ, ആർത്തിയുടെ പിറകെ, വസ്തുരതിയുടെ പിറകെ പോകുന്ന ഒരു പിഴച്ച കാലഘട്ടത്തിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും മൂല്യത്തിൻ്റെയും ഈശ്വരവിശ്വാസത്തിൻ്റെയും ധാർമ്മിക ബോധത്തിൻ്റെയും ഒക്കെ തലങ്ങളിലേക്ക് വ്യക്തികളെ ഉയർത്താൻ ഇത്തരം ഒത്തുചേരലുകൾ, ഇത്തരം ചർച്ചകൾ, ഇത്തരം പ്രഭാഷണങ്ങൾ ഉതകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് മുൻകൈയെടുത്ത ഇതിൻ്റെ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും മഹത്വമേറിയ മനുഷ്യന്മാരെയും സർവാത്മന ഞാൻ അഭിനന്ദിക്കുന്നു. പഴയ ഇന്ത്യയിൽ എന്തിനെപ്പറ്റി പറയുമ്പോഴും ഒരു പ്രതിജ്ഞാവാചകം ചൊല്ലുക എന്നൊരു ശീലമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, പഴയ കാലത്തിലൊക്കെ പണ്ഡിതന്മാരൊക്കെ ചർച്ച നടത്തിയപ്പോൾ മണ്ഡലമിശ്രനെ പോലെ, ശങ്കരാചാര്യരെ പോലെ, രാമാനുജാചാര്യരെ പോലെ, മധ്വാചാര്യരെ പോലെ ഒക്കെയുള്ള വലിയ ആചാര്യന്മാരുടെ കാലത്ത് പോലും ഉണ്ടായിരുന്നൊരു പ്രത്യേകതയാണ്, അവർ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ, അവർ ചർച്ചകളിൽ ഏർപ്പെടുമ്പോൾ, അവർ സംവാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരു പ്രതിജ്ഞാവാചകം ചൊല്ലും. ശങ്കരാചാര്യരെ പറ്റി പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. എന്താണ് തങ്ങളുടെ നിലപാട് തറ, ഏത് വീക്ഷണത്തിലൂടെയാണ് തങ്ങൾ പറയുന്നത് എന്ന് വ്യക്തമാക്കലിനാണ് പ്രാചീന ഇന്ത്യയിൽ നിലപാടു തറ എന്ന ആശയം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. പാശ്ചാത്യ ലോകത്തോട് പറയും, അരിസ്റ്റോട്ടിലോട് പറയും. അരിസ്റ്റോട്ടിൽ പറയുന്നത്, എന്നോട് സംസാരിക്കുന്നവൻ വാക്കിൻ്റെ അർത്ഥം പറയണം എന്നാണ്. അരിസ്റ്റോട്ടിൽ ഓർക്കുക, ഗ്രീക്ക് ഫിലോസഫിയിൽ സോക്രട്ടീസിൻ്റെ ശിഷ്യൻ പ്ലാറ്റോവിൻ്റെ ശിഷ്യൻ അരിസ്റ്റോട്ടിലിൻ്റെയും ശിഷ്യനായിരുന്നു മഹാനായ അലക്സാണ്ടർ. അപ്പം അരിസ്റ്റോട്ടിൽ ഈ വാഗ്വാദങ്ങളിൽ പറയുന്നൊരു വാചകമാണ്, എന്നോട് സംസാരിക്കുന്നവൻ വാക്കിൻ്റെ അർത്ഥം പറയണം. എന്നോട് സംസാരിക്കുന്നവൻ വാക്കിൻ്റെ അർത്ഥം പറയണം എന്ന് അരിസ്റ്റോട്ടിൽ പറയുമ്പോഴും, പ്രതിജ്ഞാവാചകം എന്ന് ശങ്കരാചാര്യർ പറയുമ്പോഴും അവർ ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ നിലപാട് തറയുണ്ട് എന്ന് വ്യക്തമാക്കണമെന്നാണ്. ഇവിടെ ഞാനും അങ്ങനെ വളരെ വിനയഭാവത്തിൽ അങ്ങനെ തന്നെ തുടങ്ങാം. രാമായണത്തെ പോലുള്ള ഒരു മഹാഗ്രന്ഥത്തെക്കുറിച്ച് ഇന്ത്യയെ സൃഷ്ടിച്ച എത്രയോ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ഇന്ത്യയെ സൃഷ്ടിച്ച ഒരു മഹാഗ്രന്ഥമാണ് രാമായണമെന്ന്. രാമായണത്തെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ അനേകം തലങ്ങൾ, അനേകം മാനങ്ങൾ, അനേകം ഡൈമെൻഷൻസ്, അതിൻ്റെ ഭാഗങ്ങൾ ഒക്കെ കുറിച്ച് പറയുക, ചെറിയ സമയത്ത് പറയുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ ഒതുക്കി പറഞ്ഞു. ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് രാമായണത്തിൻ്റെ ലോകസഞ്ചാരമാണ്. രാമായണം ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെല്ലാമുള്ള ലോകജനതയെ മുഴുവനും സ്വാധീനിച്ച ഒരു മഹാഗ്രന്ഥമാണ്, ഒരു ക്ലാസിക് ഗ്രന്ഥമാണ് മഹാഭാരതവും രാമായണവും. പ്രത്യേകിച്ചും രാമായണം എന്നൊരാശയത്തിൽ ഊന്നി നിന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനോട് ഒന്നിച്ചു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്
ഇന്ത്യയെക്കുറിച്ചാണ്. ഇന്ത്യ സംസ്കാരത്തിൻ്റെ ഒരു സാമ്രാജ്യമാണ്. ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ, ഇന്ത്യ എന്ന മഹാത്ഭുതം എന്ന് പാശ്ചാത്യനായ ഒരു പണ്ഡിതൻ്റെ എൽ ബഷാം എന്നു പേരായ ഒരു പണ്ഡിതൻ ഇന്ത്യയെപ്പറ്റി ഒരു പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹം കൊടുത്ത പേര് ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്നാണ്. ഇന്ത്യ എന്ന ഒരു മഹാത്ഭുതം എന്നാണ് പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ മാക്സ് മുള്ളർ, വളരെ പണ്ഡിതനായ ഒരു പാശ്ചാത്യ പണ്ഡിതനായിരുന്നുവല്ലോ മാക്സ് മുള്ളർ, മഹാനായ വേദാന്തി എന്ന് വിവേകാനന്ദ സ്വാമികൾ വിശേഷിപ്പിച്ച മാക്സ് മുള്ളർ. മാക്സ് മുള്ളറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ, ലോകത്തിലെ അതിശ്രദ്ധേയമായ യൂണിവേഴ്സിറ്റിയായ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഇന്ത്യയെപ്പറ്റി ചെയ്ത പ്രഭാഷണങ്ങളുടെ ഒരു സമാഹാരമാണ് ഇന്ത്യക്ക് ലോകത്തിന് എന്ത് പഠിപ്പിക്കാനുണ്ട് എന്ന ഗ്രന്ഥം. വളരെ പ്രസിദ്ധമാണ്. ഇന്ത്യക്ക് ലോകത്തിന് എന്ത് പഠിപ്പിക്കാനുണ്ട് എന്ന ആ ഗ്രന്ഥം വളരെ ശ്രദ്ധേയമാണ്. അവരെല്ലാം ഇന്ത്യയെപ്പറ്റി പറയുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വലിപ്പം കൊണ്ട് ഇന്ത്യക്ക് 7ാം സ്ഥാനമാണ്. ജനസംഖ്യയിൽ ഇപ്പോൾ 1ാം സ്ഥാനത്തെത്തിക്കും. പക്ഷേ സംസ്കാരത്തിൽ ഇന്ത്യ 1ാം സ്ഥാനത്താണ്. വലിപ്പത്തിൽ ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ 7ാം സ്ഥാനമാണെങ്കിലും സംസ്കാരത്തിൻ്റെ മേന്മയിൽ ഇന്ത്യക്കുള്ള സ്ഥാനം 1ാമത്തേതാണ്. അനേകം സംസ്കാരത്തെപ്പറ്റി പഠിച്ചവർ, അനേകം ലോക ചരിത്രം എഴുതിയവർ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാരണം. ഞാനൊരു ഉദാഹരണം പറയാം. ലോക സംസ്കാരത്തിൻ്റെ കഥ അതിമനോഹരമായ ഇംഗ്ലീഷിൽ 11 വോള്യങ്ങളിലായി എഴുതിയ ഒരു മഹാപണ്ഡിതനാണ് വിൽഡുറന്ത്. വിൽഡുറന്തിൻ്റെ ആദ്യത്തെ വോള്യം ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ, സാഹിത്യത്തിലും സംസ്കാരത്തിലും ഒക്കെ താല്പര്യമുള്ളവർ വായിച്ചിരിക്കേണ്ട, പ്രത്യേകിച്ചും തങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട, ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു ഗ്രന്ഥമാണ് ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ, ലോക സംസ്കാരത്തിൻ്റെ കഥ. ഈ ലോക സംസ്കാരത്തിൻ്റെ കഥ എന്ന ഗ്രന്ഥപരമ്പരയിൽ ആദ്യത്തെ ഗ്രന്ഥം അവർ ഓറിയൻ്റൽ ഹെറിറ്റേജ് എന്നാണ് ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയെക്കുറിച്ചാണ് അതിൻ്റെ ആദ്യത്തെ വോള്യത്തിൽ അവർ ഓറിയൻ്റൽ ഹെറിറ്റേജിൽ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ബുദ്ധൻ മുതൽ ഗാന്ധിജി വരെ, യാജ്ഞവൽക്യം മുതൽ ടാഗോർ വരെ ഉള്ളൊരു സംസ്കാരം എന്നാണ്. വളരെ പ്രശംസയോടുകൂടിയാണ് ഈ ലോകത്തിനെ പറ്റിയെല്ലാം 11 വോള്യങ്ങളിലായി വലിയ ഗ്രന്ഥങ്ങളിൽ എഴുതിയ വിൽഡുറന്ത് ഇന്ത്യയെപ്പറ്റി പറയുമ്പോൾ വളരെ വിനീതനാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത, ഇന്ത്യയുടെ ഒരു പ്രത്യേകത ഭാഷ, സാഹിത്യം, മതം, ദർശനം, കല, രാഷ്ട്രീയം, സാമൂഹ്യ വ്യവസ്ഥിതി തുടങ്ങി എല്ലാ മേഖലകളിലും ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവന എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ ഒരു ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ രാമായണത്തെയും മഹാഭാരതത്തെയും ഒക്കെ കാണാൻ എന്ന അഭിപ്രായമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പം എന്ന് മാത്രമല്ല, ഇപ്പം അടുത്ത കാലത്ത് ലോകത്തിലെ തന്നെ അതിപ്രസിദ്ധമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. ബ്രിട്ടനിൽ ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും അമേരിക്കയിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുമാണ് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ യൂണിവേഴ്സിറ്റിയായി പണ്ഡിതന്മാർ വാഴ്ത്തുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ കമ്പാരിറ്റീവ് റിലിജിയൻ, താരതമ്യ മതങ്ങളെപ്പറ്റി പഠിച്ച ഒരു ഏറ്റവും ശ്രദ്ധേയമായ ഒരു എഴുത്തുകാർ, അവിടുത്തെ പ്രൊഫസർ, താരതമ്യ മതപഠന വിഭാഗത്തിൻ്റെ പ്രൊഫസറായ ഡൈന എൽക്ക് എന്നുപേരായ ഒരു എഴുത്തുകാരൻ ഒരു പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്, ഇന്ത്യ വിശുദ്ധമായ ഭൂമിശാസ്ത്രം, ഇന്ത്യ എ സീക്രട്ട് ജോഗ്രഫി. വളരെ പ്രസിദ്ധമാണ് ആ പുസ്തകം. ഇന്ത്യ എ സീക്രട്ട് ജോഗ്രഫി. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം തന്നെയും വിശുദ്ധമായ ഒന്നാണ്. അതാണ് നമ്മുടെ ഭൂമിശാസ്ത്രം തന്നെയും വളരെയേറെ വിശുദ്ധമായ ഒന്നാണെന്ന ഒരു പ്രസിദ്ധമായ ഗ്രന്ഥം, വലിയ പുസ്തകം, 559 പേജുള്ള ഈ ഗ്രന്ഥത്തിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം തന്നെയും വിശുദ്ധമാണെന്ന് അവർ സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യേക തരത്തിൽ പല തലങ്ങളിൽ ഉള്ള ഒന്നാണ് ഇതാണ്.
മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യം ഇന്ത്യയുടെ ഒരു സാംസ്കാരിക സാമ്രാജ്യത്തെ പറ്റി നമുക്ക് ബോധമുണ്ടാവണം. രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഇന്ത്യ ആധ്യാത്മികതയുടെ നാടാണ്. ഇന്ത്യയെ പറ്റി പഠിച്ചവരെല്ലാം പണ്ടും ഇന്നും കിഴക്കും പടിഞ്ഞാറും ഉള്ള വലിയ പണ്ഡിതന്മാരെല്ലാം ഉറപ്പിച്ചു പറയുന്നൊരു കാര്യമാണ്, ഇന്ത്യ ആധ്യാത്മികതയുടെ സ്പിരിച്വാലിറ്റിയുടെ നാടാണ് എന്നാണ്. അത് മെഗസ്തനിസിൻ്റെ കാലം മുതൽ, മെഗസ്തനിസ്, ഫാഹിയാൻ, ഹൂയൻസാങ് തുടങ്ങിയ പാശ്ചാത്യ പല രാജ്യങ്ങളിൽ നിന്നും വന്ന സാഞ്ചാരികന്മാർ മുതൽ ഇന്ത്യയെപ്പറ്റി പഠിച്ചവരെല്ലാം പറയുന്നൊരു കാര്യമാണ്, ഇന്ത്യ ആധ്യാത്മികതയുടെ, സ്പിരിച്വാലിറ്റിയുടെ, ജീവിത വിശുദ്ധിയുടെ നാടാണ്. ഒതുക്കി പറഞ്ഞാൽ വേദങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഇതെല്ലാം പ്രസരിപ്പിച്ച ചൈതന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിനെ ടാഗോറും മാക്സ് മുള്ളറും അരവിന്ദ ഘോഷും വിവേകാനന്ദ സ്വാമികളും ഒക്കെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതൊരു വലിയൊരു വിഷയം, അത്രയേറെ പ്രത്യേകത. പിന്നെ ഒന്ന്, സംസ്കൃത ഭാഷയുടെ പ്രാധാന്യം. സംസ്കൃത ഭാഷ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പൈതൃകമാണ്. സംസ്കൃതം ഒരു ഭാഷ എന്നതിനേക്കാളേറെ ഒരു സംസ്കാരമാണ്. ഞാൻ ആവർത്തിക്കുന്നു, സംസ്കൃതം എന്നുള്ളതൊരു ഭാഷ എന്നത് അല്ലതിനേക്കാളേറെ ഒരു സംസ്കാരമാണ്. അതിൽ വേദോപനിഷത്തുക്കൾ, ഗീത, പുരാണേതിഹാസങ്ങൾ, കാളിദാസൻ, ഭവഭൂതി, ശ്രീ ശങ്കരാചാര്യരെ പോലുള്ള ആചാര്യന്മാർ, അങ്ങനെ എല്ലാവരും, അതെല്ലാം അതിൻ്റെ മഹത്വമാണ്. അനേകം മഹാഗ്രന്ഥങ്ങൾ, വാൽമീകി രാമായണം, വ്യാസഭാരതം, കാളിദാസ ശാകുന്തളം എന്നിവയെല്ലാം സംസ്കൃതത്തിലെ നമ്മുടെ ഇന്ത്യയുടെ അമരഗ്രന്ഥങ്ങളാണ്. അതുപോലെ ഈ സാഹിത്യത്തെക്കുറിച്ചും കലയെക്കുറിച്ചും സാഹിത്യ സങ്കല്പങ്ങളെക്കുറിച്ചുമൊക്കെ പഠിച്ച ഏറ്റവും വലിയ ആചാര്യന്മാരുണ്ടായിട്ടുള്ളത് ഇന്ത്യയിലാണ്. ഭരതൻ്റെ നാട്യശാസ്ത്രം, ഭരതമുനി ഒരു കളം വരച്ചു എന്ന് നമ്മൾ പാടാറില്ലേ, ഭരതൻ്റെ നാട്യശാസ്ത്രം. അതുപോലെ ആനന്ദവർദ്ധനൻ, അഭിനയഗുപ്തൻ, ദണ്ഡി, വാമനൻ, ജഗന്നാഥ പണ്ഡിതൻ, ക്ഷേമേന്ദ്രൻ, വിശ്വനാഥൻ തുടങ്ങിയ സാഹിത്യ ചിന്തകന്മാരെല്ലാം അവരുടെ സിദ്ധാന്തങ്ങളും ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന പോലെ അനേകം വലിയ സംഗീതജ്ഞന്മാർ, സംഗീതത്തെ പറ്റിയുള്ള ഗ്രന്ഥങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിലാണ്. വൈദ്യശാസ്ത്രത്തിലുള്ള ഗ്രന്ഥങ്ങൾ, ചരകൻ്റെയും സുശ്രുതൻ്റെയും ഒക്കെ ആശയങ്ങൾ. ഹിപ്പോക്രാറ്റസ്, പാശ്ചാത്യ രാജ്യക്കാർക്ക് വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റസാണ്. ഹിപ്പോക്രാറ്റസിന് 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സംസ്കൃതത്തിൽ വൈദ്യശാസ്ത്രത്തെ പറ്റിയുള്ള ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. അതുപോലെ രസതന്ത്രം, ജ്യോതിഷം തുടങ്ങിയ ഇതിലെല്ലാറ്റിലും അനേകം മഹത്തായ ഗ്രന്ഥങ്ങൾ രചിച്ച നാടാണ് ഇന്ത്യ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യ ഒരു സാംസ്കാരിക സാമ്രാജ്യമാണ് എന്ന അർത്ഥത്തിലാണ്. ആ രീതിയിൽ ഏറ്റവും പ്രസിദ്ധമായ നമ്മുടെ 2 ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും. അവ ഇതിഹാസങ്ങളാണ്, അവ ക്ലാസിക്കുകളാണ്. ആധുനിക കാലത്ത് ഏറ്റവും ശ്രദ്ധേയനായ ഒരു പാശ്ചാത്യ പണ്ഡിതൻ ഇറ്റാലിയോ കാൽവിനോ, ഞാൻ ദീർഘകാലം 10-30 കൊല്ലം കോളേജിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചൊരു അധ്യാപകനാണ്. അവിടെ ഒരു അധ്യാപകൻ്റെ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇറ്റാലിയോ കാൽവിനോ എന്നുപേരായ ഒരു പാശ്ചാത്യ പണ്ഡിതൻ്റെ ഏറ്റവും ശ്രദ്ധേയമായൊരു പുസ്തകമുണ്ട്, വൈ റീഡ് ക്ലാസിക്സ്. നമ്മളൊക്കെ ക്ലാസിക്കുകൾ വായിക്കണം. കാലം കൊണ്ട് വാട്ടം തട്ടാത്ത 1-ാം തരത്തിൽപ്പെട്ട കൃതികളെ നമ്മൾ വായിക്കണം. എന്തുകൊണ്ട് ക്ലാസിക്കുകൾ വായിക്കണം എന്ന് അദ്ദേഹം അക്കമിട്ട് പറയുന്നുണ്ട്. അതിലെല്ലാം അവർ ഊന്നുന്നത് രാമായണം, മഹാഭാരതം പോലെയുള്ള ഇതിഹാസങ്ങളാണ്. നമ്മൾ ഏറ്റവും ഒതുക്കി പറഞ്ഞാൽ ഏതാണ്ട് 4000-ഓളം വർഷമായി ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീപുരുഷന്മാരുടെ സത്യധർമ്മ ഭാവനകൾക്ക് പ്രചോദനമരുളിയ മഹാഗ്രന്ഥങ്ങളിൽ ഒന്നാണ് രാമായണം. ഇന്നത്തെ ഇന്ത്യ എന്താണെന്ന് ചോദിച്ചാൽ അത് രാമായണം ഉണ്ടാക്കിയതാണ് എന്ന് പറയാം. പ്രസിദ്ധനായ ഒരു പാശ്ചാത്യ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്,
ഇന്നത്തെ ഉത്തരേന്ത്യ ഉണ്ടല്ലോ, ഈ ഉത്തരേന്ത്യ തുളസീദാസിൻ്റെ രാമചരിതമാനസം ഉണ്ടാക്കിയതാണ് എന്ന് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ പറയുന്നുണ്ട്, അത് ആരായാലും കഴിഞ്ഞ യുഗങ്ങളിൽ സംഖ്യയില്ലാത്തോളം ജനങ്ങളുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും രൂപപ്പെടുത്തി പോന്നിട്ടുള്ള ഒരു മഹാഗ്രന്ഥമാണ് രാമായണം. പാടത്ത് പണിയെടുക്കുന്ന കൃഷിക്കാരനും യന്ത്രശാലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയും കുബേരോപമന്മാരും പണ്ഡിതാഗ്രേസരന്മാരും സകലരും രാമൻ്റെയും സീതയുടെയും കഥ ഒരു സജീവ ചരിത്രമായി തന്നെ കാണുന്നു. രാമായണത്തിൻ്റെ ഈ വൈശിഷ്ട്യത്തിന് പ്രത്യേകതയായ യോഗ്യതകളുണ്ട് എന്ന് പണ്ഡിതന്മാരെ സൂചിപ്പിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ നമുക്ക് രാമായണം ഏറ്റവും ശ്രദ്ധേയമായ ഗ്രന്ഥമാണ്. അത് ഇതിഹാസമാണ്. രാമായണം ഇതിഹാസമാണ്. രാമായണം ധർമ്മശാസ്ത്രമാണ്. രാമായണം സാമൂഹ്യ ശാസ്ത്രമാണ്. രാമായണം ഭക്തിഗാഥയാണ്. രാമായണം ആദികാവ്യമാണ്. അങ്ങനെ പല തലങ്ങളും പല മാനങ്ങൾ, ഡൈമെൻഷൻസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറില്ലേ, പല ഡൈമെൻഷൻസുള്ള ഒരു മഹാഗ്രന്ഥമാണ് രാമായണം. നമുക്കറിയാം, ഏറ്റവും ആദി കാവ്യം എന്ന് പറയുന്നത് വാൽമീകി രാമായണമാണ്. നല്ല സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ കള്ളൻ മൺപുറ്റാവുകയും മൺപുറ്റ് മഹർഷിയാവുകയും മഹർഷി കവിയാവുകയും ചെയ്ത കഥയാണ് വാൽമീകിയുടെ ജീവചരിത്രം. അത് വളരെ പ്രസിദ്ധമാണ്. ഇന്ത്യക്കാരുടെ വിശ്വാസം ഇത്രയുമാണ്: അക്ഷരശൂന്യനായ ഒരു മഹർഷിയായിരുന്നു വാൽമീകി. ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താലാണ് അദ്ദേഹത്തിന് രാമായണം രചിക്കാൻ കഴിഞ്ഞത്. ബ്രഹ്മാവ് ശ്രീരാമൻ്റെ ജീവിതം മുഴുവൻ കണ്ടറിയാനുള്ള ദിവ്യദൃഷ്ടിയും അവയെല്ലാം കാവ്യരൂപത്തിൽ പകർത്താനുള്ള അപൂർവ ദൃഷ്ടിയും വാൽമീകിക്ക് നൽകി. ഭൂമിയിൽ പർവ്വതങ്ങളും നദികളും ഉള്ളിടത്തോളം കാലം രാമായണം നിലനിൽക്കുമാറാകട്ടെ എന്ന് ബ്രഹ്മാവ് അനുഗ്രഹിക്കുകയും ചെയ്തു. ആ അർത്ഥത്തിൽ നമ്മുടെ അക്ഷരജ്ഞാനത്തിൻ്റെ ആദ്യ നിശ്വാസമാണ് വാൽമീകി. ശ്രീരാമൻ്റെ ദിവ്യ സംസ്കാരം വാൽമീകിയുടെ കാവ്യ സംസ്കാരമായി മാറി. രാമായണത്തെക്കുറിച്ച് കാളിദാസൻ പറഞ്ഞുവല്ലോ, ശ്ലോകം വെറും ശ്ലോകം, അത് ശ്ലോകമായി മാറി എന്ന്. ഇന്ന് മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകത, ബുദ്ധമതക്കാരും ജൈനമതക്കാരും രാമായണ കഥയെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. രുധിരാനുസാരി കവി, കാളിദാസൻ രഘുവംശത്തിൽ പറയുന്നുണ്ട് വാൽമീകിയെ പറ്റി പറയുമ്പോൾ, രുധിരാനുസാരി കവി, നിലവിളി കേട്ട കവിയാണ്, നിലവിളി കേട്ട ആളാണ് എന്നാണ്. ആ അർത്ഥത്തിൽ അത് വളരെ പ്രസിദ്ധമാണ്. ഞാൻ വളരെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഒതുക്കി പറയാം. ധാരാളം പണ്ഡിതന്മാർ രാമായണം എങ്ങനെ മനസ്സിലാക്കണം, രാമായണം എങ്ങനെ വായിക്കണം, എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളണം എന്നതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയന ഒരാൾ അരവിന്ദഘോഷ, മഹാപണ്ഡിതനും മഹാനായ ഋഷിയുമായ അരവിന്ദഘോഷ്, ശ്രീ അരവിന്ദൻ രാമായണത്തിൻ്റെ ഒരു ഉപാസകനായിരുന്നു. രാമായണം എങ്ങനെ വായിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ടാഗോർ ആണ് ഗീതാഞ്ജലിക്ക് നോബൽ സമ്മാനം നേടിയ നമുക്കെന്നും അഭിമാനിക്കാവുന്ന രവീന്ദ്രനാഥ് ടാഗോർ, മഹാത്മാഗാന്ധി, രാജാജി, ശ്രീനിവാസ ശാസ്ത്രി, ഇവരൊക്കെ എങ്ങനെയാണ് രാമായണം വായിക്കേണ്ടത്, രാമായണം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മളെ പഠിപ്പിച്ചു. അരവിന്ദഘോഷിൻ്റെ മഹർഷി അരവിന്ദൻ്റെ വാക്കുകൾ വളരെ പ്രസിദ്ധമാണ്. വാൽമീകി ജീവിതത്തിൻ്റെ അതിബൃഹത്തായ ശക്തിവിശേഷങ്ങളെപ്പറ്റി നമ്മെ ബോധവാനാക്കുന്നു. വിപുലമായ ഇതിഹാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാടും നഗരവും ഗിരികാനന നിർജ്ജനങ്ങളും വിശാല നിർജ്ജനഭൂമികളും നദീതടങ്ങളും എല്ലാം അപൂർവ മഹിമകളോടെ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നു. വിശ്വരംഗം തന്നെ യവനികയാക്കി പ്രത്യക്ഷപ്പെടുന്ന പ്രതീതിയാണുണ്ടാവുന്നത്. അരവിന്ദൻ്റെ വാക്കുകളാണ്. ഭാരതീയ ഹൃദയത്തിൻ്റെ ധാർമ്മികവും സൗന്ദര്യാത്മകവുമായ സകല സ്രോതസ്സുകളും ഒന്നായി അലിഞ്ഞുചേർന്ന് ഏകവാണിയായി ഒഴുകുന്നത് രാമായണത്തിലാണ്. മനുഷ്യൻ്റെ ദൈവികവും ആസുരവുമായ ഭാവങ്ങളും ഏതാനും മഹാവിഗ്രഹന്മാരിലൂടെ അഭിവ്യക്തമാകുന്നു. അത്യുത്കൃഷ്ടവും അതിവേലവുമായ മനുഷ്യ സ്വഭാവത്തെയും അവയുടെ സൂക്ഷ്മഭാവങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ അരവിന്ദഘോഷ് രാമായണത്തിൻ്റെ മഹത്വത്തെപ്പറ്റി പറയുന്നു. ഈ രാമായണത്തിൽ, വാൽമീകി രാമായണത്തിലൊക്കെ തന്നെ 4 തരം മനുഷ്യന്മാരെ ആദ്യ കവി ചിത്രീകരിച്ചിരിക്കുന്നതായി കാണാം. ഒന്ന്, സ്വാർത്ഥങ്ങൾ ഉപേക്ഷിച്ച് മറ്റുള്ളവർക്കായി പ്രവർത്തിക്കുന്നവർ. അതാണ് ഒരു തരം ആൾക്കാർ.
മറ്റൊന്ന് തൻ്റെ കാര്യങ്ങൾ ഉപേക്ഷിക്കാതെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ. മൂന്നാമത്തേത് സ്വാർത്ഥ സാധ്യത്തിന് വേണ്ടി പരഹിതത്തിന് ഹാനി വരുത്തുന്നവർ. 4 തനിക്കൊരു പ്രയോജനമില്ലെങ്കിലും പരദ്രോഹം ചെയ്യുന്നവർ. 1-ാം വിഭാഗത്തിൽപ്പെട്ടവർ അയോധ്യയിലുള്ളവരാണ്, മന്ദരയും കൈകേയും ഒഴികെ. അച്ഛൻ്റെ സത്യം രക്ഷിക്കാൻ വേണ്ടി രാമൻ രാജ്യം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി. സീത ഭർത്തൃശുശ്രൂഷയ്ക്ക് വേണ്ടി ഒപ്പം കാട്ടിലേക്ക് പുറപ്പെട്ടു. 2 പേരുടെയും സഹായത്തിന് ലക്ഷ്മണനും അനുഗമിച്ചു. ഭരതൻ അച്ഛൻ തനിക്കു തന്ന രാജ്യം തിരിച്ചേൽപ്പിച്ച് ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുവരാൻ നാട്ടുകാരോടുകൂടി ചിത്രകൂടത്തിലേക്ക് ചെന്നു. ശ്രീരാമനാകട്ടെ 14 കൊല്ലം വനവാസം കഴിഞ്ഞതിനു ശേഷം താൻ അയോധ്യയിലേക്ക് വരുന്നതുവരെ രാജ്യഭാരം നടത്താൻ ചുമതലപ്പെടുത്തി ഭരതനെ അയോധ്യയിലേക്ക് തിരിച്ചയച്ചു. എല്ലാവരും സ്വാർത്ഥത്യാഗത്തിനും പരസേവനത്തിനും തയ്യാർ. കിഷ്കിന്ധയിലുള്ളവർ 2-ാം വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവിടെ സുഗ്രീവനും ശ്രീരാമനും തമ്മിൽ പരസ്പരം പ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീരാമൻ ബാലിയെ വധിച്ച് രാജ്യവും പത്നിയും സുഗ്രീവന് നേടിക്കൊടുത്തു. സീതയെ തിരഞ്ഞു കണ്ടുപിടിക്കുന്നതിനും സമുദ്രത്തിന് ചിറകിട്ടുന്നതിനും രാക്ഷസനുമായി യുദ്ധം ചെയ്യുന്നതിനും ശ്രീരാമന് സാധ്യമായത് സുഗ്രീവൻ്റെ ആത്മാർത്ഥ സഹായം കൊണ്ടാണ്. ലങ്കയിലുള്ളവരാണ് തനിസ്വാർത്ഥികളായ 3-ാം വിഭാഗക്കാർ. ശൂർപ്പണഖയ്ക്ക് ശ്രീരാമനെ ഭർത്താവായി കിട്ടണം, സീതയെ പിടിച്ചു തിന്നുകയും വേണം. രാവണന് മണ്ഡോദരിയുമായി അനേകം സ്ത്രീകളുമായി സ്വാധീനത്തിലുണ്ടാവണം. സീതയെ രാമന് വിട്ടുകൊടുക്കുകയില്ല. വനവാസികളായ മാരീചൻ, സുബ്രാഹു മുതലായ രാക്ഷസന്മാരാണ് 4-ാം വിഭാഗക്കാർ. പരദ്രോഹം ചെയ്ത് രസിക്കുന്നവർ. വിശ്വാമിത്രൻ്റെ യാഗത്തിന് വിഘ്നങ്ങളുണ്ടാക്കിയിട്ട് അവർക്കൊരു ഗുണവും ഉണ്ടാവാനില്ല. എന്നാലും യാഗകർമ്മങ്ങൾക്ക് അവർ കുഴപ്പം സൃഷ്ടിക്കുന്നു. രാമനെപ്പോലെ ജീവിക്കണം, രാവണനെപ്പോലെ ആവരുത് എന്നതാണ് രാമായണത്തിലെ പ്രധാന ഉപദേശം. രാമായണത്തിൽ ധർമ്മസംശയം വരുന്ന സന്ദർഭങ്ങളില്ല. നേരെ മറിച്ചാണ് മഹാഭാരതത്തിൻ്റെ കാര്യം. അതിനാൽ സുമനസ്സുകളായ മനീഷികൾ പറയുന്നു, ഭാരതീയരുടെ ശാശ്വതമായ ധർമ്മഗ്രന്ഥമാണ് വാൽമീകി രാമായണം എന്ന്. ഞാൻ ഓർക്കുകയാണ്, എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്തിൽ രാമായണം വായിച്ചിരുന്ന ഒരു അക്കിത്തത്തിൻ്റെ മനോഹരമായ വരികളുമുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു സുഖം മുറ്റിയ നാളുകൾ എന്ന് മഹാനായ കവിയും മഹാനായ മനുഷ്യനുമായ അക്കിത്തം അശ്വൻ നമ്പൂതിരി 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിൽ പാടുന്നുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു സുഖം മുറ്റിയ നാളുകൾ എന്ന് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് കുട്ടിക്കാലത്ത് അത്യുത്തര കേരളത്തിൽ എൻ്റെ അച്ഛൻ ഗാനാത്മകമായി കർക്കിടമാസത്തിൽ രാമായണം വായിച്ചിരുന്നതാണ്. കർക്കിടം 1 രാവിലെ നിലവിളക്ക് വെച്ച് ചന്ദനത്തെ തിരിയൊക്കെ കത്തിച്ച് പളികയിൽ പുഷ്പങ്ങൾ വെച്ച് അലുശ്രീ ഗണപതിയെ നമഃ എന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ ഗ്രന്ഥമഴിക്കുന്നതും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ സീതാവല്ലഭ ജയ രാവണാന്തകാജയ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ എന്ന് പാടിയ അത് കേട്ട് വളർന്ന ഒരു മനസ്സിൻ്റെ സൗരഭ്യം ഞാനിപ്പോഴും ഓർക്കുകയാണ്. അതുപോലെ ഗ്രന്ഥം കിട്ടുമ്പോൾ പൂർവ്വം രാമതപോവനാധിഗമനം എന്നൊക്കെ പാടിയത് ഇപ്പോഴൊക്കെ അതൊക്കെ ഉണ്ടാക്കിയ ഒരു മാനസികമായ വിശുദ്ധി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ രീതിയിലൊക്കെ തന്നെ ഉള്ള ഒരു പ്രത്യേകതകളായി നമുക്ക് കാണാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രാമായണം ലോകത്തിലൊക്കെ രാമായണം ഉണ്ട് എന്നൊരാശയമാണ്. അപ്പോൾ ആദ്യം പറയേണ്ടത് നമുക്ക് വാൽമീകിയുടെ രാമായണത്തിൻ്റെ പ്രത്യേകതയാണ്. വാൽമീകി രാമായണമാണ്. കുമാരനാശാൻ്റെ പ്രസിദ്ധമായ വരിയുണ്ട്, മുനിജെയ്ത മനോജ്ഞകാവ്യം അമ്മനുവംശാധിപൻ ഇന്നു കെട്ടുടൻ അനുതാപമയെന്നിരിക്കണം തനയന്മാരെ അറിഞ്ഞിരിക്കണം. ചിന്താവിഷയായ സീത ഇരുന്ന് ആലോചിക്കുകയാണ്. വാൽമീകി രാമായണം രചിച്ച് ലവകുശന്മാരെ അത് പഠിപ്പിച്ചു. ആ ലവകുശന്മാർ അത് ചൊല്ലാൻ വേണ്ടി ശ്രീരാമൻ്റെ കൊട്ടാരത്തിലേക്ക് പോയിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ചിന്താവിഷയായ സീതയിൽ പറയുന്നത്. മുനിജെയ്ത മനോജ്ഞകാവ്യം വാൽമീകി രാമായണം. അത് കുട്ടികൾ പോയി അവിടെ ചൊല്ലും. ആ മനുവംശാധിപൻ ഇന്നു കേട്ടുടൻ, ശ്രീരാമൻ മനുവംശാധിപൻ്റെ അത് ഇന്ന് കേൾക്കുമ്പോൾ അനുതാപം എന്നിരിക്കണം, സങ്കടം തോന്നിയിരിക്കണം, തനയന്മാരെ അറിഞ്ഞിരിക്കണം, മക്കളെ മനസ്സിലാക്കിയിരിക്കണം എന്ന് ചിന്താവിഷയായ സീതയിൽ കുമാരനാശാൻ പാടുന്നുണ്ട്. അപ്പം മുനിജെയ്ത മനോജ്ഞകാവ്യം ആദികവിയുടെ ആദ്യകാവ്യം ആണ്
രാമായണം എന്നാണ് നമ്മൾ എല്ലാവരുടെയും വളരെ ശ്രദ്ധേയമായ വിശ്വാസം. രാമകഥ മുമ്പ് ഉണ്ടായിരുന്നു. രാമായണങ്ങൾ പലതും മുനിമാർ ആമോദമോടെ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ എന്ന് അധ്യാത്മരാമായണത്തിൽ പറയുന്നു. പല ഗോത്രവർഗക്കാരുമൊക്കെ തന്നെ രാമായണ കഥ മുമ്പ് പാടിയതായിട്ട് ചരിത്രമുണ്ട്. പ്രിയമുള്ളവരെ, രാമായണത്തിൽ താല്പര്യമുള്ളവർക്ക് തീർത്തും വായിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് രാമകഥ. എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകം. ബെൽജിയംകാരനായ ഒരു ജെസ്യൂട്ട് പ്രീസ്റ്റ് ഇന്ത്യയിൽ വന്ന്, ഉത്തരേന്ത്യയിൽ വന്ന് ഹിന്ദി പഠിച്ച് അദ്ദേഹത്തിന് PhDക്കും DLitനും അദ്ദേഹം പഠിച്ച വിഷയമാണ് രാമകാവ്യങ്ങൾ. അങ്ങനെ അദ്ദേഹം എഴുതിയ വളരെ ശ്രദ്ധേയമായൊരു ഗ്രന്ഥമാണ് രാമകഥ. കേരള സാഹിത്യ അക്കാദമി അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. രാമായണത്തെ പറ്റി ലോകത്തിൽ ഏതെല്ലാം ഭാഷയിൽ രാമായണമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് വായിക്കേണ്ട ഏറ്റവും നല്ല ഗ്രന്ഥമെന്ന നിലയിൽ ഞാൻ ഈ കാമിൽ ബുൽക്കയുടെ ഈ ജെസ്യൂട്ട് പ്രീസ്റ്റിൻ്റെ രാമകഥ എന്ന പുസ്തകത്തെ പറ്റി ഞാൻ നിങ്ങളോട് ശുപാർശ ചെയ്തു കൊള്ളുന്നു. അപ്പോൾ ആദ്യത്തെ രാമായണം എന്ന് പറയുന്നത് വാൽമീകിയുടെ രാമായണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കള്ളൻ്റെ കഥ. കള്ളൻ മൺപുറ്റായി, ആ മൺപുറ്റ് പിന്നെ മഹർഷിയായി, ആ മഹർഷി ആദികവിയായി. അങ്ങനെയാണ് വാൽമീകി. അതാണ് നിങ്ങൾക്കറിയാം, വാൽമീകിക്ക് ബ്രഹ്മാവ് കൊടുത്ത ഒരു ഉപദേശമുണ്ട്. എന്താണ്? ലോകത്തിൽ പർവ്വതങ്ങളുള്ള കാലത്തോളം, നദികളുള്ളിടത്തോളം കാലം രാമായണം നിലനിൽക്കും എന്ന് ബ്രഹ്മാവ് പറഞ്ഞ കാര്യം ഇന്നും അർത്ഥകർമ്മമാണ്. വാൽമീകിയെ പറ്റി പറയുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊള്ളാം. വാൽമീകിയെ പറ്റി തന്നെ നമ്മുടെ ഭാരതീയ ഗ്രന്ഥങ്ങളിൽ 3 വാൽമീകിയെ പറ്റി പറയുന്നുണ്ട്. വ്യാകരണ പണ്ഡിതനായ ഒരു വാൽമീകിയെ പറ്റി തൈത്തരീയ പ്രാതിസാക്ഷ്യത്തിൽ, ഗരുഡൻ്റെ സന്തതിയ പരമ്പരയിൽപ്പെട്ട ഒരു വാൽമീകിയെക്കുറിച്ച് മഹാഭാരതം ഉദ്യോഗപർവത്തിൽ, ശൈവവർഗ ഭക്തനായ ഭാർഗവഗോത്രത്തിൽപ്പെട്ട ഒരു വാൽമീകിയെ പറ്റി മഹാഭാരതം ദ്രോണപർവത്തിൽ. ഈ മഹാഭാരതം ദ്രോണപർവത്തിൽപ്പെട്ട വാൽമീകിയാണ് മഹാഭാരതം രചിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ വാൽമീകി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാൽമീകിക്ക് മുമ്പും രാമകഥയുണ്ടായിരുന്നു എന്നാണ് ഗവേഷകന്മാർ രേഖപ്പെടുത്തുന്ന ഒരു കഥ. സാമാന്യ ജനങ്ങളിൽ രാമകഥ രാമായണത്തിന് മുമ്പ് തന്നെ പ്രചാരത്തിലുണ്ടായിരുന്നു എന്ന് അനേകം പേർ. ഇപ്പോൾ C. രാജഗോപാലാചാരി, നിങ്ങൾക്കറിയാമല്ലോ, രാജഗോപാലാചാരി രാമായണത്തെയും മഹാഭാരതത്തെയൊക്കെ വ്യാഖ്യാനിച്ച ആളാണ്. അതിൻ്റെ വലിയ ഭക്തനായിരുന്നു അദ്ദേഹം. അത് പറയുന്നുണ്ട്. അതാണ് അങ്ങനെ പലതും. പിന്നെ അത് കഴിഞ്ഞ് ബുദ്ധമതക്കാരുടെയും രാമായണം ഹിന്ദുക്കളുടേത് മാത്രമല്ല, ബുദ്ധമതക്കാരും ജൈനമതക്കാരും അവരുടേതായ രീതിയിൽ രാമകഥ പ്രചരിപ്പിച്ചിരുന്നു എന്ന് പണ്ഡിതന്മാരും ഗവേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാമകഥ വിസ്തരിക്കുന്ന അനേകം വാഗ്മയങ്ങൾ പുരാണങ്ങളിലുണ്ട്. സ്കന്ദപുരാണത്തിലുണ്ട്, പത്മപുരാണത്തിലുണ്ട്, മഹാഭാഗവതത്തിലുണ്ട്. ഇതിലെല്ലാം രാമൻ്റെ കഥയുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അതുപോലെ ബുദ്ധസാഹിത്യം, ഇപ്പോൾ ഡോക്ടർ രാഹുൽ സാങ്കൃത്യായനെ പോലുള്ള മഹാപണ്ഡിതന്മാർ അനേകം പേര്, കോസാംബിയെ പോലുള്ള ആൾക്കാർ, വലിയ വലിയ പണ്ഡിതന്മാർ തന്നെ ബുദ്ധമതത്തെ പറ്റി പഠിച്ചിട്ടുണ്ട്. അവരെല്ലാം പറയുന്നൊരു കാര്യം, ബൗദ്ധ ത്രിപിടകത്തിലും രാമായണ കഥയുണ്ട്, മഹാഭാരതത്തിൽ ദ്രോണപർവത്തിലും ശാന്തിപർവത്തിലും രാമകഥയുണ്ട്. അപ്പോൾ ആ രാമകഥ പല രീതിയിലാണ് പണ്ഡിതന്മാരും ഗവേഷകന്മാരും എത്തിച്ചേരുന്ന നിഗമനം, വാൽമീകി ഈ പ്രാചീന ഗാഥാസാഹിത്യത്തെ ഒരു കഥാസൂത്രത്തിൽ ഇണക്കി ആദിരാമായണം സൃഷ്ടിച്ചു. അന്ന് മുതൽ രാമായണത്തിൻ്റെ ദിഗ്വിജയം ആരംഭിക്കുന്നു എന്ന് ഒതുക്കി പറയാവുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമായണം ഒരു കാവ്യം മാത്രമല്ല, അത് നമുക്ക് ഇതിഹാസമാണ്, അത് നമ്മുടെ ധർമ്മശാസ്ത്രമാണ്, അത് നമ്മുടെ സോഷ്യൽ ഹിസ്റ്ററി, സാമൂഹ്യ ചരിത്രമാണ്, അത് ഭക്തിയുടെ അമരകാവ്യമാണ്, ആദികാവ്യമാണ്. ഇങ്ങനെ പല തലങ്ങളിൽ പല മാനങ്ങളിൽ രാമായണത്തെ മനസ്സിലാക്കേണ്ടതാണ്. ഈ നിങ്ങൾ വായിക്കേണ്ടൊരു ഈ രാമനാമം ചൊല്ലലും അത് ഭക്തിയും വളരെ പ്രധാനപ്പെട്ട തന്നെ, ഒട്ടും കുറയാതെ പ്രധാനമാണ് അതിനെപ്പറ്റിയുള്ള പഠനങ്ങളും. രാമായണത്തെപ്പറ്റി വായിക്കാനും മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്നവർ അത്യാവശ്യം വായിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് സിദ്ധിദാനന്ദ സ്വാമിയുടെ, ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ പണ്ഡിതനായ സന്യാസിയായിരുന്ന സിദ്ധിദാനന്ദ സ്വാമികളുടെ ആദികവിയുടെ ആദർശപുരുഷൻ. ശ്രീരാമകൃഷ്ണ ആശ്രമം പ്രസിദ്ധീകരിച്ച ആദികവിയുടെ ആദർശപുരുഷൻ എന്ന ഈ ഗ്രന്ഥം
സിദ്ധിനാഥ സ്വാമിയുടെ ഈ മുന്തിയ ഗ്രന്ഥം ശ്രീരാമൻ്റെ മേന്മകളെക്കുറിച്ച് രാമായണത്തിൻ്റെ ധർമ്മബോധത്തെക്കുറിച്ച് ഇതാണ് രാമായണം നമുക്ക് എന്ത് എത്തിക്സാണ്, എന്ത് മൂല്യങ്ങളാണ്, എന്ത് ധർമ്മബോധമാണ്, അതിൻ്റെ ആ ധർമ്മബോധത്തിൻ്റെ വിഗ്രഹമാണ് ശ്രീരാമൻ എന്ന് വാൽമീകി പറയുന്നുണ്ട്. നാരദൻ്റെ അറിയാമല്ലോ, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. നാരദൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ആരാണ് ശരിയായ മനുഷ്യൻ ആര്, ശരിയായ നരനാർ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് രാമായണം. ആ രീതിയിൽ അതൊക്കെ വളരെ ഭംഗിയായി പറയുന്ന കൃതിയാണ് സിദ്ധിനാഥ സ്വാമിയുടെ ആദികവിയുടെ ആദർശപുരുഷൻ. അതാണ് ധർമ്മചാരിയായ രാമൻ്റെ ചരിതം. അതാണ് ആദികവിയുടെ ആദർശപുരുഷൻ, ലക്ഷണമൊത്ത കാവ്യഗ്രന്ഥം എന്നീ നിലകളിലെല്ലാം അതിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. അതുപോലെ നമ്മുടെ ഇതൊരു ധർമ്മശാസ്ത്രമാണ്. രാമായണത്തെക്കുറിച്ച് കാളിദാസൻ പറഞ്ഞത് ഇത് ശ്ലോകമാണെങ്കിലും അതിൻ്റെ ഇതിനെക്കുറിച്ചാണ്. വാൽമീകി രാമായണം നമ്മളെ കരുതുന്ന പോലെ ഒരു ഒറ്റ കൃതിയല്ല. അതിന് 3 പാഠങ്ങളുണ്ട്. ഒന്ന് ദാക്ഷിണാത്യ പാഠം, അത് ഗുജറാത്തി പ്രിൻറ്റിംഗ് പ്രസ്സിൽ സാഗർ പ്രസ് അച്ചടിച്ച് ബോംബെയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു രാമായണം, അത് ഒന്നാണ്. ഗൗഡീയപാദം, അത് കൽക്കത്തയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഗൗഡീയപാദം. പശ്ചിമോത്തരീയ പാഠം, ഇതാണ് ദയാനന്ദ സരസ്വതിയുടെ പ്രസിദ്ധീകരിച്ചത്. ഇങ്ങനെ 3 ടെക്സ്റ്റുകൾ, 3 വ്യത്യസ്തമായ പാഠങ്ങൾ വാൽമീകി രാമായണത്തിൽ തന്നെ ഉണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നായിരിക്കും ഇത് രചിച്ചിരിക്കുന്നത്, രാമായണം എന്നായിരിക്കും രചിച്ചിരിക്കുന്നത്? ഗവേഷകന്മാർ ഏകാഭിപ്രായക്കാരല്ല. വൈദിക കാലത്തിന് പിന്നിലും ജൈനകാലത്തിന് മുമ്പുമായിരിക്കും രാമായണം രചിച്ചിരിക്കുന്നതെന്ന് പണ്ഡിതന്മാർ പറയുന്നു. എന്ന് മാത്രമല്ല, സംസ്കൃത ഭാഷയുടെ ആദ്യ രൂപം നമ്മൾ കാണുന്നത് വാൽമീകി രാമായണത്തിലാണ് എന്ന് പ്രശസ്ത പണ്ഡിതനായ മാക്ഡൊണാൾഡ് രേഖപ്പെടുത്തുന്നുണ്ട്. ജർമ്മൻകാരായ പണ്ഡിതന്മാർ പറയുന്നത് BC 11-ാം നൂറ്റാണ്ടിലാണെന്ന്. ചില ഗവേഷകന്മാർ പറയുന്നത് BC 12-ാം നൂറ്റാണ്ടിലാണ്. യാക്കോബിയെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത് BC 6-8 നൂറ്റാണ്ടിലാണ്. കീത്തിനെ പോലെ മഹാപണ്ഡിതന്മാരെ വരെയൊക്കെ 4-ാം നൂറ്റാണ്ടിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരിൽ ഗവേഷകന്മാരിലും ഉണ്ടെന്നുള്ളതാണ്. 24,000 അനുഷ്ഠിപ്പ് ശ്ലോകങ്ങളിലൂടെ ഒരു യഥാർത്ഥ മനുഷ്യനെ അവതരിപ്പിച്ച് നരൻ ആർ എന്ന നേരായ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരമാണ് രാമായണം. ചോദിച്ചത് വാൽമീകി മഹർഷി, മറുപടി പറഞ്ഞത് നാരദൻ. ആരുണ്ട് ഈ ലോകത്തിൽ ഗുണവാനും വീര്യവാനുമായിട്ട്? കൈനേസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്ച വീര്യവാൻ എന്ന ചോദ്യം. നാരദൻ്റെ മറുപടി അറിഞ്ഞുകൊണ്ട് ഞാൻ പറയാം. അല്ലയോ മുനെ, ഇക്ഷ്വാകു വംശത്തിൽ പിറന്നവനും രാമനെന്ന ജനസതയുള്ളവനുമായ ആ നരനെ ആശ്രയിച്ചാലും. അങ്ങനെയാണ് ഉണ്ടായത്. നിങ്ങൾക്കറിയാം, വാൽമീകി രാമായണം 7 കാണ്ഡങ്ങളിലായി ശ്രീരാമകഥ പറയുന്നു. 100ഓളം കഥാപാത്രങ്ങൾ മികച്ച വ്യക്തിത്വമുള്ളവരാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും വാൽമീകി രാമായണത്തെക്കാളും മഹത്തായ ഒരു ഗ്രന്ഥം രചിക്കാൻ കാളിദാസൻ മുതൽ ടാഗോർ വരെയുള്ള മഹാകവികൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നൊരു സത്യമാണ് നിലനിൽക്കുന്നത്. ആകാശത്തിന് സമമായി ആകാശം മാത്രമുള്ളതുപോലെ വാൽമീകിക്ക് സമനമായും രാമായണത്തിന് സമമായും നിൽക്കുന്നു എന്ന് ഏറ്റവും ഒതുക്കി പറയാവുന്നതാണ്. അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു ഗ്രന്ഥമാണ് വാൽമീകി രാമായണം ആണ്. ഈ മഹാഭാരതത്തിൽ 4 സ്ഥലത്തിൽ രാമകഥ വർണ്ണിക്കുന്നുണ്ട്. ഇപ്പോൾ ബുദ്ധമതക്കാർക്ക് ഞാൻ പറഞ്ഞുള്ളൂ ജാതകഥ. അതിൽ പ്രാചീന ബൗദ്ധ സാഹിത്യത്തിൽ രാമകഥയെ സംബന്ധിച്ച 3 ജാതകഥകളുണ്ട്. ദശരഥ ജാതകം എന്നതാണ് ബുദ്ധമതപ്രകാരമുള്ള ഏറ്റവും ശ്രദ്ധേയമായ രാമായണത്തിൻ്റെ പേര്. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് രാമായണത്തിൻ്റെ രാമകഥയാണ്. രാമായണം ജൈനമതത്തിലുണ്ട്. ബുദ്ധമതക്കാരെ പോലെ ജൈനമതക്കാരും രാമകഥ സ്വന്തമാക്കിയിട്ടുണ്ട്. ബുദ്ധമതക്കാർ ബുദ്ധനെ രാമൻ്റെ അവതാരമായി കണക്കാക്കുന്നു. ജൈനന്മാർ രാമകഥകൾക്ക് തങ്ങളുടെ മതത്തിൽ ശ്രേഷ്ഠമായ സ്ഥാനം നൽകുന്നു. വിമലസൂരി, ജൈനമതത്തിൽ വിമലസൂരി എന്ന കവി രാമൻ്റെ കഥ പറയുന്നുണ്ട്. പക്ഷെ അതിലുള്ള പ്രത്യേകത, അതിൽ സീതാ പരിത്യാഗമില്ല, സീതയെ ത്യജിക്കുന്നില്ല. സീതക്ക് ജൈനമതത്തിലെ രാമായണപ്രകാരം സീതക്ക് 8 മക്കളുണ്ടാകുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു ഗ്രന്ഥമാണ്
ജൈനമതത്തിൽ രാമായണത്തിലായിട്ടുള്ളത്. 500 രാജാക്കന്മാരും 1150 പുത്രന്മാരുമൊക്കെയായി തപസ് ചെയ്യുന്നതിൻ്റെ ഒരു സിസ്റ്റം അത് തരുന്നുണ്ട്. ക്രിസ്തുവിന് പിൻപ് AD 4-ാം ശതകത്തിലാണ് വിമലസൂരി രചിച്ച പൗമചരിതം എന്ന രാമായണ ഗ്രന്ഥം. AD 3-ാം നൂറ്റാണ്ടിൽ അനാമകജാതകം ആ പുസ്തകം ചൈനീസ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. സീതാരാമ വനവാസം, സീതാഹരണം, ജടായുവൃത്തം, സാഗരതരണം, അഗ്നിപരീക്ഷണം തുടങ്ങിയ കഥകൾ അതിൽ സൂചിതമാവുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഹിന്ദുമതത്തിൽ മാത്രമല്ല, ബുദ്ധമതത്തിലും ജൈനമതത്തിലുമൊക്കെ തന്നെ രാമകഥ പറയുന്ന ശ്രേഷ്ഠമായ കൃതികൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. പിന്നെ രാമായണത്തെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കൃതി എന്ന് പറയുന്നത് അധ്യാത്മരാമായണമാണ്. നമ്മുടെ മലയാളികൾക്ക് പലരുടെയും ധാരണ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം നമ്മുടെ എഴുത്തച്ഛൻ്റേതാണെന്ന്. അല്ല. അധ്യാത്മരാമായണം എന്ന പേരിൽ സംസ്കൃതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കൃതിയുണ്ട്. അധ്യാത്മരാമായണം ഭക്തിമാർഗത്തിൽപ്പെട്ടതാണ്. ഭക്തിമാർഗത്തെ ദാർശനിക രീതിയാ സമർപ്പിക്കുന്ന ഒരു കൃതിയാണ് സംസ്കൃതത്തിലുള്ള അധ്യാത്മരാമായണം. വാൽമീകി മഹർഷിക്ക് ശ്രീരാമൻ ഒരു മനുഷ്യനാവുമ്പോൾ രാമായണം രചിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കൃതിയാണ് തുഞ്ചത്തെഴുത്ത് ചെയ്യാൻ വേണ്ടി സ്വീകരിച്ചതെന്നും തൻ്റേതായ രീതിയിൽ അതിൽ പുതിയ പുതിയ ക്രിയേറ്റീവ് ഇന്നൊവേഷൻസ് ചേർത്തുകൊണ്ട് ഏറ്റവും നല്ലതാക്കിയെന്ന്. അപ്പോൾ സംസ്കൃതത്തിലുള്ള രാമായണത്തിൽ 4310 ശ്ലോകങ്ങളുണ്ട്. ഞാനത് വായിച്ചിട്ടുണ്ട്. 4310 ശ്ലോകങ്ങൾ, 66 സർഗങ്ങൾ. പലപ്പോഴും അത് ഒരു വേദാന്തം പോലെയാണ്. ഹൃദയസ്പർശിയായ വേദാന്തമായും പലപ്പോഴും ഭക്തിശാസ്ത്രമായും ഉയർന്നു നിൽക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു കൃതിയാണ് അധ്യാത്മരാമായണം ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദർശവാനായ പുരുഷനെയാണ് വാൽമീകി മഹർഷി രാമനെ ചിത്രീകരിച്ചതെങ്കിൽ അധ്യാത്മരാമായണം മനുഷ്യനെ ഈശ്വരനാക്കി ഉയർത്തുന്നു എന്നാണ് പ്രത്യേകത. ഇതാരാണ് രചിച്ചതെന്നതിനെപ്പറ്റി പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. രാമാനന്ദൻ എന്ന പേരായ ഒരു മഹാഭക്തനും മഹാപണ്ഡിതനും ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് രാമായണം രചിച്ചതെന്നാണ് മിക്ക പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ചില പണ്ഡിതന്മാർ പറയുന്നത് അല്ല, വ്യാസൻ തന്നെയാണെന്നാണ്. അധ്യാത്മരാമായണം രചിച്ചത് വ്യാസമുനി തന്നെയാണ് എന്ന് പറയുന്ന അഭിപ്രായക്കാർ പലരുണ്ട്. ദാക്ഷിണാത്യനായ രാമാനന്ദൻ എന്ന് പാശ്ചാത്യ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അദ്ദേഹം പ്രയാഗയിലാണ് ഇന്നത്തെ ഗവേഷണങ്ങൾ പറയുന്നത്. ഞാൻ രാമായണത്തെ പറ്റിയുള്ള അനേകം ഗ്രന്ഥങ്ങൾ വായിക്കാൻ വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തി എന്ന വിനീതമായി പറയട്ടെ. ഇന്നത്തെ പണ്ഡിതന്മാർ പറയുന്നത് രാമാനന്ദൻ, അധ്യാത്മരാമായണം രചിച്ച രാമാനന്ദൻ, അദ്ദേഹം വൈഷ്ണവ പരമ്പരയിൽപ്പെട്ട പ്രയാഗയിൽ ജനിച്ച ഒരു സന്യാസിയായിരുന്നു എന്നാണ്. ഒരു കാലത്ത് നിങ്ങൾക്കറിയാം, ഒരു ഭാരതത്തിലാകെ ഒരു ആധ്യാത്മികമായ കൊടുങ്കാറ്റുണ്ടായിരുന്നു. ഭക്തി സാഹിത്യം ഇത്രയും സർവതല സ്പർശിയായി ഭാരതത്തിലുണ്ടായിരുന്ന ഒരു വിപ്ലവം എന്താണെന്ന് ചോദിച്ചാൽ അത് ഭക്തി സാഹിത്യമാണ്. ഭാരതമാകെ കൊടുങ്കാറ്റായി ചുറ്റിയടിച്ച് ഒരു ആത്മീയതയുടെ ഒരു മികച്ച മേന്മയുണ്ടാക്കിയ ഒന്നായിരുന്നു രാമാനന്ദൻ്റെയൊക്കെ സിസ്റ്റം. അതാണ് രാമാനന്ദ മതം, ശ്രീ സമ്പ്രദായം എന്ന് ഫിലോസഫിയിൽ അത് പറയപ്പെടേണ്ടതായി. വൈഷ്ണവ ധർമ്മത്തിൻ്റെ വൈഷ്ണവിസം ഏറ്റവും അധികം ശക്തിപ്പെട്ടൊരു കാലം. ഓം നമോ നാരായണ എന്നുള്ള സിദ്ധാന്തമൊക്കെയായി ഓം രാമായ നമഃ തുടങ്ങിയ മൂലമന്ത്രങ്ങളായി മാറി ഉള്ള ശ്രീ സമ്പ്രദായത്തിൽ ജീവിച്ച അതിൻ്റെ ആചാര്യനായിരുന്നു രാമാനന്ദൻ. രാമാനന്ദൻ എഴുതിയതാണ് അധ്യാത്മരാമായണം എന്ന് വിശ്വസിക്കുന്നു ചില പണ്ഡിതന്മാർ. മോണിയർ വില്യംസ്, വളരെ ഗവേഷക പ്രതിഭയായിരുന്ന മോണിയർ വില്യംസ്, അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു ഗവേഷകനായിരുന്നു ഭണ്ഡാർക്കർ, മറ്റൊരു മഹാപണ്ഡിതനാണ്. രാമായണത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടി ജീവിതം വിനിയോഗിച്ച ഇന്ത്യയിലെ ഒരു പ്രഗത്ഭ പണ്ഡിതനാണ് പരശുരാം ചതുർവേദി. ഇവരുടെയൊക്കെ അഭിപ്രായത്തിൽ AD 1299 ജനിച്ച ഒരു മഹാസന്യാസിയും മഹാഭക്തനുമായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നതാണ് ആൾക്കാരുടെ വിശ്വാസം.
111 കൊല്ലം രാമാനന്ദൻ ജീവിച്ചുവെന്നും അതോടുകൂടി ഭക്തി സമ്പ്രദായം ഏറ്റവും അധികം ശ്രദ്ധേയമായി മാറിയെന്നും അധ്യാത്മ രാമായണത്തിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രസിദ്ധമുണ്ടായി എന്നും പറയപ്പെടുന്നു. പിന്നൊരു ഗ്രന്ഥമുള്ളത് ശ്രീരാമഗീത. അത് അധ്യാത്മ രാമായണത്തിലാണ്. അധ്യാത്മ രാമായണത്തിൽ ഇപ്പോൾ നമുക്ക് മഹാഭാരതത്തിൽ ഭഗവത്ഗീത ഉള്ളതുപോലെ അധ്യാത്മ രാമായണത്തിലുള്ളൊരു ഗീതയാണ് ശ്രീരാമഗീത. ഞാൻ ആ പുസ്തകം ചെമ്മിയാൻ്റെ സ്വാമിയുടെ ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരുപാട് 5 സർഗ്ഗമാണ് ഈ രാമഗീത. അതൊരു വേദാന്തമാണ്, വേദാന്ത സാരം എന്ന് പറയാവുന്ന രീതിയിൽ വളരെ ശ്രദ്ധേയമായൊരു ഗ്രന്ഥമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമായ 2 രാമഭക്ത കവികൾ, ഇപ്പോൾ ഞാനൊക്കെ 10-30 കൊല്ലം കോളേജിൽ വിദ്യാർത്ഥികളെ ഹിന്ദി സാഹിത്യം പഠിപ്പിച്ചൊരു അധ്യാപകനാണ്. രാമഭക്തി ശാഖ, കൃഷ്ണഭക്തി ശാഖ എന്നൊക്കെ പ്രത്യേക, നിർഗുണഭക്തി ശാഖ കബീർദാസനെ പോലുള്ളവർ, രാമഭക്തി ശാഖ തുളസിദാസനെ പോലുള്ളവർ, കൃഷ്ണഭക്തി ശാഖ സുഹൃദാസനെ പോലുള്ള കവികൾ എന്നൊക്കെ വിശദീകരിച്ച് ഞാൻ ഓർക്കുന്നു. പക്ഷെ ആ രീതിയിൽ നോക്കുമ്പോൾ ഭഗവത്ഗീത ഒന്ന് മാത്രമല്ല, നിരവധി ഗീതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗീതയാണ് ശ്രീരാമഗീത. അത് അധ്യാത്മരാമായണത്തിലാണ്. അത് വളരെ വേദാന്തം എന്ന് പറയാവുന്ന രീതിയിൽ ഒരു വേദാന്തത്തിൻ്റെ എല്ലാവിധ മനോഹാരിതയും ഉൾക്കൊള്ളുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഫിലോസഫിക്കൽ ആയ ഒരു ഗ്രന്ഥമാണ് ഈ രാമഗീത. അതൊന്ന് മറിച്ചു നോക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അധ്യാത്മരാമായണത്തിലും ആൾക്കാർ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. നമ്മുടെ മലയാളികൾ, എൻ്റെ അഭിപ്രായത്തിൽ മലയാളികൾ കൈനനയാതെ മീൻ പിടിക്കുന്നവരാ. ഒരു സൂപ്പർഫിഷ്യാലിറ്റി, ജീവിതത്തിൽ എന്തിനും ഒരു ആഴത്തിൽ പോയി പഠിക്കുന്ന സ്വഭാവം മലയാളിക്ക് ഇല്ലാതെ പോകുന്നുണ്ടോ എന്നതിൻ്റെ ഒരു സംശയം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഒരു എക്സലൻസിൽ താല്പര്യമില്ലായ്മ, ഞാൻ അഭിപ്രായക്കാരനാണ്. ഒരു ഗുണമേന്മ, ഒരു എക്സലൻസിൽ താല്പര്യം പലപ്പോഴും മലയാളിക്ക് ഇല്ല, അഥവാ ഇല്ലേ എന്ന ചോദ്യം ഞാൻ നിങ്ങളുമായി. അതിൻ്റെ ഫലമായിട്ട് ഏതിനെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാനും ചിന്തിക്കാനും ഉള്ള ഒരു ശ്രമം മലയാളി പലപ്പോഴും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഈ വാൽമീകി രാമായണം മുഴുവൻ മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട് മഹാകവി വള്ളത്തോൾ ആണ്. വള്ളത്തോളിൻ്റെ പ്രസിദ്ധമായ വരിയുണ്ടല്ലോ, കാവ്യം സുഗേയം കഥ രാഘവീയം കത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയ പ്രദീപം ആനന്ദലബ്ധിക്കിനി എന്തു വേണം എന്നാണ് വള്ളത്തോൾ മഹാകവി ചോദിച്ചത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ അധ്യാത്മരാമായണം. പണ്ഡിറ്റ് ഗോപാലൻ നായർ എന്നുപേരായ ഒരു പണ്ഡിതൻ അന്യക്രമത്തിൽ അർത്ഥം പറഞ്ഞ് അതിൻ്റെ വ്യാഖ്യാനിച്ച് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. നല്ല പുസ്തകം അധ്യാത്മരാമായണം. പണ്ഡിറ്റ് ഗോപാലൻ നായർ ജീവിതം മുഴുവനും ഈ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ വ്യാഖ്യാനിക്കാനും വേണ്ടി ജീവിതം വിനിയോഗിച്ചൊരു മഹാപണ്ഡിതനായിരുന്നു. പാലക്കാട് കൊടുങ്ങല്ലൂരല്ല, കൊല്ലംകോട് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗദ്യപരിഭാഷ നമ്മൾ ശ്രദ്ധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗോപാലൻ നായർ പറയുന്നത് അധ്യാത്മരാമായണം വ്യാസൻ രചിച്ചതെന്നാണ്. രാമതീർത്ഥനല്ല, സാക്ഷാൽ വേദവ്യാസൻ രചിച്ചതാണ് അധ്യാത്മരാമായണം എന്ന അഭിപ്രായക്കാരനാണ് പണ്ഡിറ്റ് ഗോപാലൻ നായരെ പോലുള്ള മഹാപണ്ഡിതന്മാർ. ഇതാണ്. പിന്നെ ഈ അധ്യാത്മരാമായണത്തിൻ്റെ ഒരു പരിഭാഷ നിങ്ങൾ കേട്ടു കാണും. കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാലയൊക്കെ എഴുതിയത്, അദ്ദേഹം ഒരു പരിഭാഷ ചെയ്തിട്ടുണ്ടത്രേ. ഞാൻ ആ പുസ്തകം കണ്ടിട്ടില്ല. അങ്ങനെ ഒന്നുണ്ട് എന്ന് ചരിത്രം പറയുന്നു. അത് പക്ഷേ 1985 ഡോക്ടർ രാമചന്ദ്രദേവ് എന്നുപേരായ ഒരു പണ്ഡിതൻ ഇത് അധ്യാത്മരാമായണം തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പല രീതിയിലും മനുഷ്യന് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകത. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചച്ചാചാര്യനും ഹിന്ദിയിലെ കവിയായ തുളസീദാസും വാൽമീകിയുടെ വഴി എന്നതിനേക്കാൾ ഏറെ അധ്യാത്മരാമായണക്കാരൻ്റെ വഴിയിലൂടെയാണ് നടന്നത് എന്നുള്ളത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. അതുകൊണ്ടാണ് പിന്നെ ഭക്തി, ഇപ്പം നേരത്തെ ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ ഒരു ഭക്തിയുടെ സാഗരത്തിൽ ആറാടുകയായിരുന്നല്ലോ. ഈ ഭക്തിയുടെ രാമായണത്തിലുള്ള ഒരു ഭക്തിയോട് യോജിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്യം അധ്യാത്മരാമായണത്തിനാണ്. ഞാൻ അത് നിർത്താം. പിന്നെ ഞാൻ ഉള്ള ലോകത്തിലെ രാമായണത്തിലേക്കൊന്ന് ഓട്ടപ്രദക്ഷിണം മാത്രം നടത്തി നോക്കാം. കമ്പരാമായണമാണ്. രാമായണത്തെ പറ്റി പറയുമ്പോൾ കമ്പരാമായണം അഥവാ തമിഴ് രാമായണം, ദ്രാവിഡ ഭാഷകളിൽ രാമകഥയെ സംബന്ധിച്ച ഏറ്റവും പ്രാചീനമായ ഒരു കാവ്യഗ്രന്ഥമാണ് കമ്പരുടെ രാമായണം. ക്രിസ്തുവർഷം 12-ാം നൂറ്റാണ്ടിലാണ്. നമുക്കറിയാമല്ലോ, മലയാളത്തിൽ അധ്യാത്മരാമായണം രചിക്കപ്പെട്ടത് 16-ാം നൂറ്റാണ്ടാണ്.
ഇപ്പോൾ ഒരു അധ്യാപകൻ്റെ നിലക്ക് പറയട്ടെ, ലോകത്തിൽ ഒരുപാട് പ്രസിദ്ധരായ കവികളൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടോ 16-ാം നൂറ്റാണ്ടിലാണ്. 16-ാം നൂറ്റാണ്ടിലാണ് ഷേക്സ്പിയർ. മനുഷ്യ മനസ്സിൻ്റെ ധ്രുവസീമകളെ ഉള്ളടക്കിയ ഷേക്സ്പിയർ, ആസ് യു ലൈക്ക്, മാക്ബത്ത്, കിങ് ലിയർ, ഒഥല്ലോ, ജൂലിയസ് സീസർ, ആൻറ്റിയൻ ക്ലിയോപാട്ര, ഹാംലെറ്റ് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ രചിച്ച ഷേക്സ്പിയർ 16-ാം നൂറ്റാണ്ടിലാണ്. തുളസീദാസ് 16-ാം നൂറ്റാണ്ടിലാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിലാണ്. 16-ാം നൂറ്റാണ്ടിൽ ലോകത്തിൽ ഒരുപാട് ശ്രദ്ധേയരായ കവികളുണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 12-ാം നൂറ്റാണ്ടിലാണ് കമ്പരുണ്ടായത്, തമിഴ്നാട്ടിൽ ആണ്. അന്നാണ് അദ്ദേഹം കമ്പരാമായണം ചെയ്ത് വളരെ ശ്രദ്ധേയമായ ഇതാണ്. ഞാനൊരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. കമ്പരുടെ രാമായണം ഒരു ഭക്തനായ കവി ബനാറസിൽ, കാശിയിൽ വെച്ച് അതിൽ കഥാപ്രസംഗം പോലെ പറയുന്നത് കേട്ടിട്ടായിരുന്നു അത്രേ തുളസീദാസ് തുളസി രാമായണം, രാമചരിതമാനസം എന്ന് ഹിന്ദിയിൽ പറയുന്ന തുളസീദാസ് രാമായണം രചിച്ചത്. പിന്നെ ഐതിഹ്യങ്ങളുണ്ട്. ഉത്തരേന്ത്യയിൽക്കാർ ഇന്നും വിശ്വസിക്കുന്നൊരു ഐതിഹ്യമുണ്ട്. തുളസീദാസ് രാമചരിതമാനസം ഗംഗയുടെ തീരത്ത് വെച്ച് വായിക്കുകയായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഒരു വളരെ വൃദ്ധനായ ഒരു കുഷ്ഠരോഗിയെപ്പോലുള്ള ഒരാൾ വന്ന് ഇത് കേൾക്കുമായിരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ അത് തുളസീദാസ് ശ്രദ്ധിച്ചു. തുടങ്ങും, ആദ്യമേ വന്നിരിക്കും, അവസാനം വരെ ഇത് കേൾക്കും, അദ്ദേഹം പോവും. പിന്നീടാണ് അവസാനം അദ്ദേഹം ചോദിച്ചപ്പോൾ മനസ്സിലായത് അത് സാക്ഷാൽ ഹനുമാനായിരുന്നു. ശ്രീരാമൻ്റെ കഥ തുളസീദാസ് ഗംഗയുടെ തീരത്ത് വെച്ച് പറയുന്നത് കേൾക്കാൻ എല്ലാ ദിവസവും ഹനുമാൻ വന്ന് കേൾക്കുമായിരുന്നു എന്നുള്ളത് ഉത്തരേന്ത്യക്കാർ വിശ്വസിക്കുന്നതാണ്. പിന്നെയും ഉണ്ട് ഒരു ഐതിഹ്യം. ഒരു ദിവസം അത് മനസ്സിലായി. അപ്പോൾ തുളസിദാസ് അവസാനം ഹനുമാനെ വന്നിക്കുകയും എനിക്ക് ശ്രീരാമനെയും ലക്ഷ്മണനെയും ഒന്ന് കാണാനുള്ള അനുഗ്രഹം തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും നടക്കാതിരിക്കുമ്പോൾ ഇദ്ദേഹത്തോട് തുളസീദാസ് ചോദിച്ചു അത്രേ, എൻ്റെ ആഗ്രഹം അങ്ങ് സാധിപ്പിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ഉടനെ ഹനുമാൻ പറഞ്ഞു അത്രേ, കണ്ടില്ലേ 2 ദിവസം മുമ്പ് 2 ചെറുപ്പക്കാർ വന്ന് ഇവിടെ ഇതിലെ കൂടി വന്ന് പോയത്, അത് ശ്രീരാമനും ലക്ഷ്മണനുമായിരുന്നു എന്ന് ഹനുമാൻ മറുപടി പറഞ്ഞതായിട്ടും ഉത്തരേന്ത്യക്കാർ വിശ്വസിക്കുന്ന ശ്രദ്ധേയമായ ഒന്നാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കമ്പരുടെ രാമായണം അത് പഠിച്ചിട്ട് ഒരു സന്യാസി വൈദ്യൻ ഗംഗാതീരത്ത് വെച്ച് അത് പറയുന്നത് കേട്ടിട്ടാണ് ഹിന്ദിയിലെ അനശ്വര ഗ്രന്ഥമായ തുളസി രാമായണം, രാമചരിതമാനസം തുളസീദാസ് രചിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് കാണുന്ന ഉത്തരേന്ത്യ എന്ന് പറയുന്നത് തുളസീദാസിൻ്റെ രാമായണം സൃഷ്ടിച്ചതാണ്. ആ കുടുംബ ബന്ധങ്ങൾ, ആചാരങ്ങൾ, രീതികൾ ഒക്കെ തന്നെ അതിനൊരു അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഞാൻ വളരെ സമയം ഇതുകൊണ്ട് ഒതുക്കി പറയാം. കമ്പരുടെ രാമായണം അതിൽ. പിന്നെ തമിഴ്നാട്ടിൽ കമ്പർ പിറന്ന തമിഴ്നാട് എന്ന് ഭാരതി പാടുന്നുണ്ട്. ജസ്റ്റിസ് എസ് മഹാജൻ എന്ന് പേരായ ഒരു പണ്ഡിതൻ കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് വേണ്ടി കമ്പരെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ കമ്പരാമായണത്തിൻ്റെ മഹത്വങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഈ കുമരഗുരുപരർ എന്ന തമിഴ് സന്യാസിയാണ് ഗംഗയിൽ പോയി ഈ കഥ പറഞ്ഞത്. അത് കേട്ടിട്ടാണ് തുളസീദാസതാണ്. കമ്പരാമായണത്തിൽ 10,368 പദ്യങ്ങളുണ്ട്, 8 കാണ്ഡങ്ങളുണ്ട്. അത് വളരെ ഭംഗിയായി കമ്പർ രാമൻ്റെ കഥ പറഞ്ഞു. പിന്നെ തെലുങ്കിലും രാമായണമുണ്ട്. തെലുങ്കിലുള്ള രാമായണം അത് 14-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതാണ്. ദ്വിപദ രാമായണം 6 കാണ്ഡങ്ങളേ ഉള്ളൂ. 6 കാണ്ഡങ്ങളായി അത് വാൽമീകി രാമായണത്തിൻ്റെ രീതിയിൽ തന്നെ എഴുതപ്പെട്ട തെലുങ്ക് സാഹിത്യത്തിലെ രാമകഥയെ സംബന്ധിച്ച രാമായണമാണ് തെലുങ്കു രാമായണം, ദ്വിപദ രാമായണം എന്ന് പറയുന്നു. മലയാളത്തിലെ കഥ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എന്നാലും ഒന്ന് പറഞ്ഞു പോകുന്നു. മലയാളത്തിൽ ആദ്യമായി രാമായണം ഉണ്ടായത് 14-ാം നൂറ്റാണ്ടിലാണ്. സുകുമാരടിക്കൊണ്ടൊരു വാചകമുണ്ട്, കൈരളി ആദ്യമായി കണ്ഠം ചിനക്കിയത് രാമചരിതം പാടിയിട്ടാണെന്ന്. വളരെ ശരിയാണ്. മലയാളത്തിൽ ആദ്യമുണ്ടായ കൃതി എന്ന് പറയുന്നത് മലയാള രാമായണമാണ്. അത് രാമചരിതം. 14-ാം നൂറ്റാണ്ടിൽ ശ്രീരാമൻ എന്നുപേരായ ഒരു കവി രചിച്ച രാമചരിതമാണ് മലയാളത്തിലുണ്ടായ ആദ്യത്തെ രാമായണ ഗ്രന്ഥം എന്ന് പ്രസിദ്ധമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇതിനോരോന്നിനെ പറ്റി മണിക്കൂറോളം എനിക്ക് പറയാൻ പറ്റും. ഞാനൊരു ഔചിത്യം കൊണ്ട് ഞാൻ തീർക്കുകയാണ്. പിന്നെ രാമകഥപ്പാട്ട് ആണ്. അയ്യമ്പള്ളി ആശാനായി എഴുതപ്പെട്ട രാമകഥപ്പാട്ട്. അതിൽ രാമരാവണ യുദ്ധം മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ. അതാണ് പിൽക്കാലത്ത് വന്ന മലയാളത്തിലെ രാമായണ ഗ്രന്ഥം.
അത് കഴിഞ്ഞ് പിന്നെ രാമായണത്തിൽ മലയാളത്തിലുണ്ടായ ഗ്രന്ഥമാണ് കണ്ണശ രാമായണം. 15-ാം നൂറ്റാണ്ടിൽ കണ്ണശ പണിക്കർ വാൽമീകി രാമായണത്തിൻ്റെ രീതിയിൽ എഴുതപ്പെട്ടതാണ് ഈ കൃതി. 1500 പുനന്നമ്പൂതിരിയുടെ രാമായണം ചമ്പു എന്ന കൃതി വന്നു. ഞാൻ ഓടിച്ച് പറയാണ്. പിന്നെ കേളവർമ്മ രാമായണം ആണ്. ബാലരാമായണം കുമാരനാശാൻ്റെ നല്ല ദിക്കുള്ള പുസ്തകമാണ് ബാലരാമായണം. കുട്ടികൾക്ക് മനസ്സിലാക്കാൻ രാമായണത്തെ പറ്റി എഴുതിയിരിക്കുന്നതാണ്. പക്ഷെ ഇതൊക്കെ ആയാലും രാമായണത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഗ്രന്ഥം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം തന്നെയാണ്. നമുക്കെല്ലാം ഇപ്പോൾ ഞാൻ കാസർഗോഡുകാരനാണ്. എല്ലാ കർക്കിടക മാസത്തിലും ഇപ്പോഴും, ഞാനൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയാണ് ഇതിനോട് ആഭിമുഖ്യം വന്നത്, ഇപ്പോഴും കർക്കിടക മാസത്തിൽ നമ്മൾ ആ പഴയ സംസ്കാരങ്ങളെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. കർക്കിടക മാസം മുഴുവനും മിക്ക വീടുകളിലും രാമായണം വായിക്കും. ചിങ്ങമാസം മിക്ക വീടുകളിലും കൃഷ്ണഗാഥ വായിക്കും. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ ചിങ്ങത്തിലും എഴുത്തച്ഛൻ്റെ രാമായണം കർക്കിടക മാസത്തിലും വായിച്ചതിൻ്റെ ഒരു സംസ്കാരം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ, സന്ധ്യയാകുമ്പോൾ രാമനാമം ചൊല്ലും. രാമരാമ പാഹിമം നിങ്ങൾ നേരത്തെ ചൊല്ലിയ പോലെ എല്ലാ വീടുകളിലും സന്ധ്യാനേരത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കാസർഗോഡ് ഭാഗത്തുള്ള എല്ലാ വീടുകളിലും പാമരനും ദരിദ്രനും ആരായാലും എല്ലാ വീടുകളിലും സന്ധ്യാനാമം ചൊല്ലുക എന്നുള്ളത് അതിൽ ജീവിതത്തിനൊരു വിശുദ്ധി ഉണ്ടാവും, ഒരു ധാർമ്മിക ബോധം ഉണ്ടാവും, ഒരു നന്മയുണ്ടാവും, ഒരുപാട് നല്ല ഗുണങ്ങൾ, കാവ്യബോധം ഉണ്ടാവും. അതിനൊക്കെ സഹായകമായിരുന്നു എന്നാണ്. അതുപോലെ ഇന്നത്തെ കേരളം ഉണ്ടാക്കിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയാവുന്നത് മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്ന തുഞ്ചത്തെഴുത്തച്ഛനാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണമാണ്. അത് നമ്മുടെ തത്വചിന്തയും വിദ്യാഭ്യാസവും ഒക്കെയായി നമുക്ക് അധ്യാത്മരാമായണമുണ്ട്, ഉത്തരരാമായണമുണ്ട്, മഹാഭാരതമുണ്ട്, മഹാഭാഗവതമുണ്ട്. ഇതൊക്കെ തർജ്ജമ ചെയ്തിരുന്നു എഴുത്തച്ഛൻ. പക്ഷേ എഴുത്തച്ഛൻ്റെ ഏറ്റവും വലിയ കൃതി എന്ന് പറയുന്നത് രാമായണമാണ്. കേരളം ഏറ്റവും ഒതുക്കി പറഞ്ഞാൽ കേരളീയ സംസ്കാരം ജീർണിച്ച് നീചത്തിലേക്ക് താഴുന്നു എന്ന് വന്ന ഒരു ദശാസന്ധിയിൽ അതിനെ പ്രത്യുദ്ധരിക്കാൻ വേണ്ടി ജനിച്ച ഒരു അവതാരമായിരുന്നു എഴുത്തച്ഛൻ. ഇത്രയും ശാന്തവും ഘനഗംഭീരവും വിശുദ്ധോദാതരവും ആത്മാവിൻ്റെ അഗാധതയിൽ നിന്ന് ഉയരുന്നതും ആദ്യന്തം ഇടതറാത്തതും ആത്മശക്തിയെ പ്രചോദിപ്പിക്കുന്നതുമായ ഒരു ശബ്ദം മലയാളി അതിനു മുമ്പ് കേട്ടിരുന്നില്ല. മലയാളിക്ക് ജീവിതത്തിൻ്റെ ക്ഷണികത, ജീവിത വിശുദ്ധിയുടെ ആവശ്യകത, ജീവിതത്തെ ഒരുപാട് ശ്ലോകങ്ങൾ എനിക്ക് ഉദ്ധരിക്കാൻ പറ്റും. ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച്, ജീവിത വിശുദ്ധിയുടെ ആവശ്യകതയെക്കുറിച്ച്, മൃത്യുയുടെ അനിവാര്യതയെക്കുറിച്ച്, ഭക്തിയുടെ മേന്മയെക്കുറിച്ച് ഇതെല്ലാം എഴുത്തച്ഛൻ്റെ രാമായണം നമ്മെ പഠിപ്പിച്ചു. ഇതാണ് അദ്ദേഹം 1425-നും 1525-നും ഇടക്കാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നതാണ് പൊതുവെ ധാരാളം പണ്ഡിതന്മാരുടെ അഭിപ്രായമുണ്ട്. കോവണ്ണി, എടുങ്ങാടി, ഗുണ്ടർട്ട്, ലോകൻ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അത് ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ് അല്ലല്ലോ എന്നുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ കേരളം ഉണ്ടാക്കിയതിൻ്റെ ഒരു നമ്മുടെ ജീവിത മൂല്യങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദി എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണമാണ്. അതുപോലെ കർണാടകത്തിൽ നരഹരി 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ തോരവേ രാമായണം എന്ന കൃതി അവിടെ ഉണ്ടാക്കിയ മാറ്റം വളരെ 6 കാണ്ഡങ്ങളിലായി തോരവേ രാമായണത്തിൽ ഈ മൂല്യബോധങ്ങൾ ഉണ്ടാക്കുന്നു. പിൽക്കാലത്ത് ശ്രീരാമദർശനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവാർഡ് കിട്ടിയ ഒരു പ്രസിദ്ധമായ പുസ്തകമാണ്, ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ ഒരു പുസ്തകമാണ് KV പുട്ടപ്പയുടെ ശ്രീരാമദർശനം. അത് രാമകഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. കാശ്മീരിൽ രാമായണമുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ദിവാകര പ്രകാശ് ഭട്ടൻ ഒരു കൃതി രചിച്ചു, രാമാവതാര ചരിതം. അത് കാശ്മീരിയിലാണ്. അവർ ആസാമി, ബംഗാളി, ആസാമിയിൽ ഞാൻ ഓടിച്ചു പറഞ്ഞു പോകാം. ആസാമിയിൽ മാധവകന്ദളി രാമായണം, ബംഗാളിയിൽ കൃത്തിവാസ് രാമായണം, വളരെ പ്രസിദ്ധമാണ്. ബംഗാളിയിലുള്ള കൃത്തിവാസ് രാമായണം അവരെ വളരെയേറെ സ്വാധീനിക്കേണ്ടതായി. ഒറിയയിൽ ബാലദാസ് രാമായണം, മറാഠിയിൽ ഏകനാഥൻ്റെ ഭാവാർത്ഥ രാമായണം, ഗുജറാത്തിയിൽ രാമായണത്തേക്കാൾ ഏറെ കൃഷ്ണഗാഥക്കാണ് പ്രാധാന്യം ഉണ്ടായിരുന്നത് എന്നാണ് പ്രത്യേകമായി. പാർസിയിൽ, നമ്മുടെ ഭാഷയിൽ മാത്രമല്ല ഉറുദു ഭാഷയിൽ 4 രാമായണ ഗ്രന്ഥമുണ്ട്. അതാണ് പാർസിയിൽ. ഇനി ഒന്ന് ഞാൻ വിദേശങ്ങളിലേക്ക് എത്താം. വിദേശ രാജ്യങ്ങളിലൊക്കെ രാമായണമുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ടിബറ്റിൽ 8-9 നൂറ്റാണ്ടിൽ രാമായണ സ്റ്റോറീസ് ഇൻ ടിബറ്റ് എന്നൊരു ഗ്രന്ഥം തന്നെയുണ്ട്. അതാണ്
ഖോത്തി രാമായണം. ഇന്തോനേഷ്യയിൽ ഏറ്റവും അധികം നമ്മളെക്കാളും ഒട്ടും കുറയാതെ ധാരാളം ആൾക്കാർ വായിക്കുന്ന ഇന്തോനേഷ്യൻ രാമായണം. ജാവ, മലയ, ഇന്തോനേഷ്യ ഇവിടെയുള്ള രാമസാഹിത്യം വിസ്തൃതമാണ്. അതുപോലെ ഹിയാദത്ത്, ഇന്തോ ചൈന, സയാം, ബർമ്മ. അവിടെ വാൽമീകി ക്ഷേത്രമുണ്ട്. ബർമ്മയിൽ രാമയഗാന എന്നൊരു, കംബോഡിയയിൽ രാമായണമുണ്ട്, രാമായണ ക്ഷേത്രമുണ്ട്. തായ്ലൻഡിലെ രാജാവിൻ്റെ പേര് ഇപ്പോഴും രാമൻ എന്നാണ് അത്ര നാട്ടുകാർ വിളിക്കാറ്. അതാണ്. അവിടെയൊക്കെ കല്യാണം നടന്നു പോകുമ്പോൾ അമ്മമാരും ഇപ്പോഴും ഉപദേശിക്കുന്നത് സീതയെപ്പോലെയാവൂ എന്നാണ് അത്ര ഉപദേശിക്കുന്നത്. അത്രയും വലിയ സ്വാധീനമുണ്ട്. ഞാനൊന്ന് ഒതുക്കി പറയാം. ലോകഭാഷയിൽ 226 രാമായണങ്ങൾ ഉള്ളതായിട്ട് ഒരു ഡോക്ടർ ലക്ഷ്മീനാരായൺ ദുബെ എന്നു പേരായ ഒരു പണ്ഡിതൻ രാമായണത്തിലാണ് റിസർച്ച് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തീസിസ് പ്രകാരം 226 രാമായണങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ്. അതുപോലെ ടിബറ്റ്, ഇന്തോനേഷ്യ, ഇന്തോ ചൈന, സയാം, ബർമ്മ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം വിവിധ രൂപത്തിലുള്ള രാമായണ ഗ്രന്ഥങ്ങൾ അതുണ്ട്. റഷ്യയിൽ സ്റ്റേജ് പെർഫോമൻസ് ഉണ്ട്. ഫ്രാൻസിൽ ഫോക്ലോർ ഡാൻസ് കണ്ടതായിട്ട് പലരും ഉണ്ട്. ബാലിദ്വീപിൽ തായ് രാമായണം എന്നൊരു പുസ്തകമുണ്ട്. ബംഗ്ലാദേശിലുണ്ട്. ആ രീതിയിൽ രാമായണത്തിൻ്റെ പ്രാധാന്യം, രാമായണത്തിൻ്റെ ലോകസഞ്ചാരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും പോകേണ്ട ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച ഒരു ക്ലാസിക് ഗ്രന്ഥമാണ്. കാലത്തിൻ്റെ അതിജീവിച്ച, കാലം കൊണ്ട് വാട്ടം തട്ടാത്ത മഹാഗ്രന്ഥമാണ് രാമായണമെന്നും നമുക്ക് ജീവിത മൂല്യങ്ങളുണ്ടാവാൻ, ധാർമ്മിക നിഷ്ഠയുണ്ടാവാൻ, ഭക്തി ഉണ്ടാവാൻ, ജീവിതത്തിൻ്റെ നല്ല വഴിയിലേക്ക് നമ്മൾ നീങ്ങാൻ നമ്മെ സഹായിക്കുന്ന ഗ്രന്ഥമാണ് രാമായണം. പർവ്വതങ്ങളുള്ള കാലത്തോളം, നദികളുള്ള കാലത്തോളം ഇത് നിലനിൽക്കുമെന്നുള്ളത് സന്തോഷമായ കാര്യമാണ്. രാമായണത്തിൻ്റെ വിശുദ്ധി നിറഞ്ഞ വാക്യങ്ങൾ പറയാൻ കഴിഞ്ഞതിൽ എനിക്കുള്ള സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, അതിനെപ്പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല. തീർച്ചയായും ശ്രദ്ധേയമായ ഗ്രന്ഥം രാമായണം വായിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കലാണ്. അത്തരം ചിന്തകൾ നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ഹിന്ദു രക്ഷാ